മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നൊരു അവിയൽ പരുവത്തിലാണ്. ഏകദേശം 20 മത്സരാർത്ഥികളിൽ ഗിസേൽ എന്ന വ്യക്തിയെക്കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സറി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് വഴി എത്തിയിട്ടുണ്ട്. ഗിസേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ 14-ാം വയസ്സിൽ മോഡലിംഗ് ഫീൽഡിലോട്ട് ഗിസേൽ കാലെടുത്തു വെച്ചു. ഏകദേശം 1000 പേരിൽ കുറച്ച് പേർക്ക് മാത്രം അവസരം കിട്ടുന്നൊരു ഫീൽഡ്. തൻ്റെ ലുക്ക്, ടാലൻറ്റ്, എക്സ്പീരിയൻസ് ഒക്കെ ഒരുമിച്ച് തെളിയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ശാരീരികവും മാനസികവും ഒരുപാട് സമ്മർദ്ദനങ്ങളുണ്ട്. ഡയറ്റൊക്കെ പക്കയായിരിക്കണം. ഇത്രയും എഫേർട്ട് എടുത്ത് ടൈറ്റിൽ ഓഫ് മിസ് രാജസ്ഥാൻ തൻ്റെ ടീനേജിൽ സ്വന്തമാക്കിയവൾ, കരസ്ഥമാക്കിയവൾ, നമ്മുടെ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ഫുഡ് മോഡൽസ് സൂപ്പർ മോഡൽ ഓഫ് ദി വേൾഡിൽ കോൺടെസ്റ്റ് ആയിരുന്നു ഗിസേൽ. ലണ്ടനിലെയും പാരീസിലെയും ഫാഷൻ വീക്കിലെ കോൺടെസ്റ്റായിട്ട് ഗിസേൽ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മ്യൂസിക് വീഡിയോസും ഫിലിം ഇൻഡസ്ട്രിയിലുമൊക്കെ ഗിസേൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എന്തു തന്നെ ആയിക്കോട്ടെ, ഒരു റിയാലിറ്റി ഷോയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിലെ മത്സരാർത്ഥികളുടെ വ്യക്തിത്വം അതും റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ. ഒരുപാട് സ്ട്രഗിൾസ് ലൈഫിൽ ചെയ്തിട്ടായിരിക്കും സ്വന്തമായൊരു ഇമേജ് ഗിസേൽ ഉണ്ടാക്കിയെടുത്തത്. ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഗിസേൽ ഉൾപ്പെടെ എല്ലാവർക്കും പുതിയൊരു അവസരമാണിത്. എല്ലാവരും അവരുടെ ബെസ്റ്റ് കാണിക്കാനേ അതുകൊണ്ട് ആഗ്രഹിക്കൂ. ഗിസേലിൻ്റെ ലൈഫ് സ്റ്റൈൽ അവർക്ക് ഇതൊക്കെയാണ് കോൺഫിഡൻസ് തരുന്നതെങ്കിൽ എന്തിനവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യണം? കുഞ്ഞു മക്കൾക്ക് വരെ ലിപ്സ്റ്റിക് ഇട്ടാലേ കോൺഫിഡൻസ് വരൂ എന്ന് പറയുന്ന ഈ കാലത്താണോ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സറി വന്നതെന്നോർത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 15. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത ഈ സമൂഹത്തിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.